എല്ലാവരും പടം കാണണം. ഐ എം എക്സൈറ്റഡ് ഫോർ ഹർ ആൻഡ് ശരിക്കൊരു വാഗ്ദാനമായിരിക്കും നമ്മുടെ മലയാളം ഇൻഡസ്ട്രി, നോട്ട് ജസ്റ്റ് മലയാളം ഇൻഡസ്ട്രി. ഐ വോണ്ട് യു ടു ഫ്ലറിഷ്. The long way to go again. So thank you so much for coming and supporting. Always. Good enough message for the world, seriously. From Trivandrum she came. Yes. അവിടെ വരെ വന്നു, ഇന്നലെ രാത്രി വന്ന് for this movie. ഞാൻ തിരിച്ചു പോവാണ്. Support your friends. Yes, that's very very important. നമ്മുടെ ഫ്രണ്ട്സ് എന്ത് നല്ല കാര്യത്തിനും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അതിന് മാത്രമാണ് ഞാൻ ഓടി വന്നത്. Both of us are here for her. So നല്ലൊരു പടമാണ്. എന്തായാലും കണ്ടിട്ട് ബാക്കി പറയാം. So you know we saw the പാട്ട് നിങ്ങൾ കേട്ടില്ലേ? റാപ്പ് ഉണ്ടായിരുന്നു. അപ്പം അത് ഷെയർ ചെയ്യണം, മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അയ്യോ അതൊക്കെ പിന്നെ ഉണ്ടോ എനിക്കറിയില്ല. ഞാൻ ആരുടെ അടുത്തും ഫൈറ്റ് ഒന്നും ചെയ്യുന്നില്ല. സോ കൊടുക്കേണ്ടത് ഒരു സൈബർ കേസ് ആയിരുന്നു, അത് കൊടുത്തു. ഇപ്പം ആ ഒരു കുട്ടി ആത്മഹത്യ ചെയ്ത് കണ്ടല്ലോ. സോ പറയാനുള്ള ഇത്ര മാത്രം, പ്ലീസ് സ്റ്റോപ്പ് സൈബർ ബുള്ളിങ്. നമുക്ക് ഇപ്പം വീഡിയോസിൽ കാണുന്ന അവർ ഭയങ്കര സന്തോഷിച്ചിട്ടുള്ള വീഡിയോസൊക്കെ ആയിരിക്കും. ചിലപ്പോൾ അവർ ദേ മൈറ്റ് ബി ഗോയിങ് ത്രൂ ഡിപ്രഷൻ. അപ്പോൾ നമുക്കറിയില്ല ഒരു വ്യക്തി എന്ത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് നമുക്കറിയില്ല. അപ്പം നമ്മളായിട്ട് എന്തിനാണ് അവരെ ഹേർട്ട് ചെയ്ത് ആത്മഹത്യയുടെ ഒരു വക്കിലേക്ക് എത്തിക്കുന്നത് എന്തിനാണ്? സോ പ്ലീസ് സ്റ്റോപ്പ് സൈബർ ബുള്ളിങ്. മാത്രമല്ല റിപ്പോർട്ട് ചെയ്യുക. ഈ പറഞ്ഞ പോലെ ഒരു ബ്രദറോ ഹസ്ബൻഡോ അല്ലെങ്കിൽ ഫ്രണ്ടോ ഫാദറോ അവർ നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നതിനെക്കാട്ടി നമ്മൾ തന്നെ സ്ട്രെങ്ത് എടുത്ത് സൈബർ കേസ് കൊടുക്കുക. റിപ്പോർട്ട് ചെയ്യേണ്ടതാണെങ്കിൽ ഉറപ്പായിട്ട് റിപ്പോർട്ട് ചെയ്യുക. ഇപ്പം പുതിയ സൈബർ ലോസ് വന്നിട്ടുണ്ട്, ആക്ഷൻ ഉടനെ തന്നെ എടുക്കും. ഇപ്പം ഞാൻ കൊടുത്തിരിക്കുന്ന പല സൈബർ കേസിലും ഒരാളെ ഒരു കേസ് എന്ന് പറയുന്നത് നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. അപ്പം അയാളെ എന്തായാലും അറസ്റ്റ് ചെയ്യും, തക്കതായ ശിക്ഷ കൊടുക്കും. അതുകൊണ്ട് നിങ്ങൾ ഇനിയെങ്കിലും ഒരു കമൻറ്റ് അങ്ങനെ ഹറാസ്മെൻറ്റോ അബ്യൂസോ ആയിട്ടുള്ള കമൻറ്റ്സ് ഇടുന്നതിന് മുമ്പേ 10 പ്രാവശ്യം ആലോചിക്കുക. നിങ്ങൾക്ക് വേണോ വേണ്ടോ. ഈവൻ ഫേക്ക് അക്കൗണ്ട്സ് എന്നാണെങ്കിൽ പോലും they will find you, you'll be taken. ചെയ്തോട്ടെ, എനിക്കതിലൊന്നും എനിക്ക് ഐ ഹാവ് ബെറ്റർ ആൻഡ് ബിഗർ തിങ്സ് ടു ഡു ഇൻ ലൈഫ്. അത്ര എനിക്ക് പറയാനുള്ളൂ. മറുപടി ഒന്നുമില്ല, സൈലൻസ്. സംടൈംസ് അതാണ് നമുക്ക് ഭയങ്കര സ്ട്രെങ്ത് തരേണ്ട ഒരു കാര്യമാണ്. നമ്മൾ സൈലൻ്റ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നത്, അല്ലേ? എല്ലാത്തിനും നമ്മൾ പ്രതികരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ പ്രതികരിക്കേണ്ട ഇടത്ത് നമ്മൾ പ്രതികരിക്കണം. അത് ഞാൻ പ്രതികരിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു കേസാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നിയമത്തിൻ്റെ വഴിയിൽ അത് പൊക്കോട്ടെ. ഐ എം ഫോക്കസിങ് ഓൺ മൈ സെൽഫ്. അത്രയേ ഉള്ളൂ. ഹാപ്പിയാണ്. നല്ലൊരു മനുഷ്യനല്ലേ? സോ ഡിസേർവിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നു. പരിചയമില്ല, ഞാൻ പക്ഷേ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയല്ല, പ്രേക്ഷകരുടെ തീരുമാനമാണ്, അല്ലേ? നമ്മൾ ഓരോരുത്തരും 2 പേരും ഡിസേർവിംഗ് ആയിരുന്നു. 2 പേരും കണ്ടന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടെ ജനപ്രിയം ജിൻഡോയ്ക്കാണ് പോയത്. പലരും PR വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അത് കാരണം ഒരുപാട് സ്ത്രീകളെ ഡിഗ്രേഡ് ചെയ്തു. സ്ത്രീകൾ എന്ന് പറയുന്നില്ല, പുരുഷന്മാരെ ആണെങ്കിലും PR എന്താ പറയുക, സത്യം കള്ളമാക്കാനും കള്ളം സത്യമാക്കാനും ഒരുപാട് രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ വ്യക്തി എന്നുള്ള നിലയിൽ നമ്മൾ തിരിച്ചറിയണം, അത് നമ്മൾ വിശ്വസിക്കണോ വേണമെന്നുള്ളത്. നമ്മൾ അയ്യോ അത് ഞാൻ കേട്ടൊരു കാര്യമാണ്. ബിക്കോസ് ഞാനൊരു വലിയ ലിസ്റ്റാണ് കൊടുത്തിരുന്നത്. ജാൻമണീൻ്റെ പേര് മാത്രമല്ല, ജാൻമണി ഞാൻ ഇറങ്ങിയപ്പോൾ മുതൽ ജാൻമണി കയറണം എന്ന് ആഗ്രഹം പറയുന്നുണ്ട്. അല്ലാണ്ട് ഞാൻ മാങ്ങിമച്ചാൻ്റെ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു, മിഥുൻ്റെ വൈഫ് ലക്ഷ്മിയുടെ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു ലോങ് ലിസ്റ്റ് കൊടുത്തു, ഒരു 10-12 പേരുടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് തോന്നുന്നു കുറച്ച് പേര് മൈൻമേക്കർ ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് പേര് ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. സെലക്ഷൻ കിട്ടിയത് ജാൻമണിക്കാണ്. അത് അവളുടെ ഭാഗ്യമാണ്. അത് മേക്കേഴ്സിന് അറിയാം ആ ഒരു സീസണിൽ ആരാണ് അതിന് ആപ്റ്റായിട്ട്. ചിലപ്പോൾ മറ്റുള്ളവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അടുത്ത സീസണിലേക്കായിരിക്കാം, ഒന്നും എനിക്കറിയില്ല. അപ്പം അതിൽ നമ്മൾക്കൊരു നല്ല കാര്യം ലൈഫിൽ പറ്റി എങ്കിൽ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെ സപ്പോർട്ട് ചെയ്യില്ലേ, ഹെൽപ്പ് ചെയ്യില്ലേ? അതേ ഞാൻ ചെയ്തുള്ളൂ. അപ്പം എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് വന്നിട്ടില്ല. അതുകൊണ്ട് ഒരു ലിസ്റ്റ് ഓഫ് ബിക്കോസ് മേക്കേഴ്സ് നമ്മളോട് ചോദിക്കാറുണ്ട്, ഓരോ കണ്ടസ്റ്റൻസിൻ്റെ അടുത്തും ചോദിച്ചിട്ടുണ്ടാവും, എല്ലാവരും കൊടുത്തിട്ടുണ്ടാവും അങ്ങനത്തെ പേരുകൾ. അപ്പം അതിനകത്ത്